RCM വരുന്നതിന് മുന്നും RCM തുടക്കത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തില്. പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഗിരീഷ് സാർ പറയാറുണ്ട് 90% കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് കാരണം പൈസയാണെന്ന്. ഞങ്ങൾക്കും പ്രശ്നം പൈസ തന്നെയായിരുന്നു. ജിനേഷ് സാറ് ഒരുപാട് കമ്പനികളിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു തുച്ഛമായ വരുമാനം മാത്രമേ നമുക്ക് കിട്ടിയിരുന്നുള്ളൂ. അത് വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. വന്നേലും വേഗത്തില് അത് തീർന്നു പോകും. പിന്നെ ആ ഒരു മാസം കഴിച്ചു കൂട്ടാനായിട്ട് നമുക്ക് കടം വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതിലൊരു ജോലിയായിരുന്നു സെക്യൂരിറ്റി ആയിട്ട് എയർപോർട്ടിൽ ജോലിക്ക് പോയി. അപ്പൊ ഒരു ന്യൂ ഇയർ വന്നു. ന്യൂ ഇയറിന്റെ തലേ ദിവസം ഞാൻ ദിനേശ് സാറിനോട് പറഞ്ഞു, നാളെ ന്യൂ ഇയർ ആണ്. ന്യൂ ഇയർ ആയിട്ട് ഒന്നുമില്ല, 1 രൂപ പോലും എടുക്കാനില്ല, അരി മാത്രമേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, എങ്കിലും ഞാൻ പറഞ്ഞു. ആളൊന്നും വേണ്ടിയില്ല. ആള് അന്ന് ജോലിക്ക് പോയി. അന്ന് 4 മണിക്കായിരുന്നു ഡ്യൂട്ടിക്ക് കയറുന്നത്. 4 മണിക്ക് പോയിട്ട് ആള് 1 മണിയാവാറായി വീട്ടിലെത്തിയപ്പോ വന്നപ്പോ കുറെ കിറ്റുകൾ നിറച്ച് ഒരുപാട് കറികൾ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊക്കെ എവിടുന്നാ? അപ്പൊ ആള് പറഞ്ഞത്, ഇന്ന് സിയാലിലായിരുന്നു ഡ്യൂട്ടി. അവിടെ ഒരു കല്യാണത്തിന്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു, കുറെ സാധനങ്ങൾ ബാക്കിയുണ്ട്, അത് നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്നൊക്കെ കൊണ്ടുപോയിക്കൊന്നു പറഞ്ഞു. ഇതൊക്കെ ഒഴിച്ചു മൂടാനുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ ആള് കുറെ കിറ്റുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് അതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ഞാനത് അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് പോയി. കാണാണ്ട് കുറെ നേരം കരഞ്ഞു. കാരണം വേറൊന്നുമല്ല, ഞങ്ങളുടെ ആ ഒരു അവസ്ഥ ഓർത്തിട്ട് കരഞ്ഞുപോയി. ഇന്ന് ഞങ്ങള് സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, വയറു നിറച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് RCM ചെയ്തതുകൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ ഒരു ജോലിയില്ല. കാരണം ഒരു സാധാരണക്കാരായ ഞങ്ങൾക്ക് ഇത്രയൊരു വരുമാനം ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ഇപ്പോൾ ടെക്നിക്കൽ അച്ചീവറായി 50,000-ന് മുകളിലാണ് വരുമാനം. ഈ ഒരു വരുമാനം ഏത് ജോലി ചെയ്താലും കിട്ടും ഇത്രയൊരു വരുമാനം. ഇത് മനസ്സിലാകാത്ത ആളുകളാണ് ഇന്ന് RCM വിട്ടു പോകുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാല് ഒരാളും RCM വിട്ടു പോകില്ല. അതുപോലെ തന്നെ ഒരു സ്വപ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ജീവിതത്തില്. ഗിരീഷ് സാറിന്റെ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ സാറ് പറയാറുണ്ട്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി വെക്കാൻ പറയാറുണ്ട്. 10 സ്വപ്നങ്ങൾ നിങ്ങൾ എഴുതി വെക്കുമെന്ന് പറയാറുണ്ട്. ഞങ്ങളും എഴുതി 10 സ്വപ്നങ്ങള്. അതിലൊരു സ്വപ്നം, അടുത്ത മാസം
ഈ